കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് ധർണ നടത്തി. മനുഷ്യാവകാശ സാമൂഹ്യനീതി ഫോറം കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയാണ് ധർണ നടത്തിയത്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. മനുഷ്യാവകാശ സാമൂഹിക നീതി ഫോറം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. ഫോറം സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് KP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ളതിന്റെ പേര് മാറ്റി സമരത്തിന്റെ സ്വന്തം നാട് എന്നാക്കുന്നതായിരിക്കും കൂടുതൽ ഔചിത്യം. കാരണം അത്തരത്തിൽ ഓരോ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും സമരം ചെയ്യേണ്ട ആവശ്യമാണുള്ളത്. കുടിവെള്ളം കിട്ടാൻ പോലും, അതുപോലുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ആശുപത്രിയുടെ മുമ്പിൽ ഈ സമരവുമായി, അല്ലെങ്കിൽ ഈ പറയുന്ന ധർണയുമായി, അല്ലെങ്കിൽ പരാതിയുമായി എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കരുനാഗപ്പള്ളി ഈ പറയുന്ന താലൂക്ക് ആശുപത്രി നമ്മുടെ അഭിമാനകരമായ ഒരു സ്ഥാപനമാണ്. പഴയകാലത്തേക്കാൾ ധാരാളം സേവന സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതിലൊന്നും ആരും മറച്ചു വെക്കുന്നില്ല, അതിനെ ആരും കുറച്ച് കാണുന്നതുമില്ല. പണ്ടൊക്കെ ഇവിടെ വന്നാൽ ഒരു ചിറ്റ് കൊടുത്തെടുത്തിട്ട് അടുത്ത റോഡ് ക്രോസ് ചെയ്തിട്ട് ഓടി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന സ്ഥിതിയാണ് അവിടെ ഉള്ളത്. മരണവിപ്രാളം അനുഭവിക്കുന്ന ഈ ആളുകൾക്ക്, രോഗികൾക്ക് പോലും മരുന്ന് വാങ്ങിക്കാനായിട്ട് ഓടി 2-3 റോഡ് അപകടങ്ങൾ തന്നെ, മരണങ്ങൾ തന്നെ ആ റോഡ് ക്രോസ് ചെയ്തിട്ട് നമ്മുടെ ആശുപത്രിയുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ മാറിയിട്ട് എല്ലാ മരുന്നുകളും കിട്ടത്തക്ക രീതിയിൽ, എല്ലാ സൗകര്യങ്ങളും സാധാരണക്കാർക്ക് കൊടുക്കത്തക്ക രീതിയിലുള്ള പരമാവധി പരിശ്രമം ഇതിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇതിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളും ജനങ്ങളുടെ വലിപ്പവും കരുനാഗപ്പള്ളി ആശുപത്രിയെ സമീപിക്കുന്നവരുടെ എണ്ണവും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ജനങ്ങൾ വർദ്ധിക്കുന്നത് മാത്രമല്ല, കരുനാഗപ്പള്ളി താലൂക്കിലെ സേവനങ്ങളും കൂടെ പരിഗണിച്ചാണ് അത്തരം രീതിയിലുള്ള വർധന ഇവിടെ ഉണ്ടായിട്ടുള്ളത്. താലൂക്ക് പ്രസിഡന്റ് മെഹർഖാൻ ചേന്നല്ലൂർ അധ്യക്ഷത വഹിച്ചു. 100% പൗരന്മാർക്ക് ആരോഗ്യ സംരക്ഷണം ഗവൺമെന്റ് തന്നെ ഉറപ്പുവരുത്താറുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ സംവിധാനങ്ങൾ നാളിതുവരെയും ഉയർന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായൊരവസ്ഥയുണ്ട്. എന്നാൽ കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് ഈ ദേശീയപാതയിൽ കാണുന്ന ഈ ഒരു ഗവൺമെൻറ് ആശുപത്രി, നമ്മുടെ MLA തീർച്ചയായിട്ടും ഈ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി ധാരാളം സംവിധാനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും താലൂക്ക് ആശുപത്രിയുടെ സംവിധാനങ്ങളെ ഒരു ജനറൽ കാറ്റഗറിയിലേക്ക് ഉയർത്തുകയാണെങ്കിൽ ഈ നാട്ടിലെ കൊല്ലം ജില്ലയിലെയും ആലപ്പുഴ ജില്ലയിലെയും ആയിരക്കണക്കിന് രോഗികൾക്ക് നിത്യവും ഏറെ ഗുണകരമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാന ജനറൽ സെക്രട്ടറി തഴവ സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഭാരവാഹികളായ മുനമ്പത്ത് ഷിഹാബ്, കോടിയാട്ട് രാമചന്ദ്രൻ പിള്ള, സലീം അമ്പിത്തറ, ഭാരവാഹികളായ AA റഷീദ്, അനിൽ കുറ്റിവട്ട, KS പുരം സത്താർ, MC വിജയകുമാർ, ലീല കൃഷ്ണൻ, MK വിജയഭാനു, KP അളകപ്രസാദ്, വത്സല വിജയൻ, രമേശൻ ശ്രീമംഗലം, സുധീന്ദ്രൻ മൈനാഗപ്പള്ളി, ശിവദാസൻ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഇവിടെ നടക്കുന്ന ഈ പരിപാടി അത്യാവശ്യമായി അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് വളരെ എത്രയും പെട്ടെന്ന് കരുനാഗപ്പള്ളിയിലെ അത്യാവശ്യമായ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വളരെ കുറവായതുകൊണ്ട് ആ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഇവിടെ അനധിവിദൂര ഭാവിയിൽ സർക്കാർ, ബഹുമാന്യനായ ആരോഗ്യമന്ത്രി നേരിട്ട് തന്നെ ആവശ്യമായ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യമായ ഡോക്ടർമാരെ എത്രയും വേഗം നിയമിക്കണമെന്നും ഇവിടെയുള്ള രോഗികൾക്ക് അത്യാവശ്യം സഞ്ചരിക്കാനും അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും അടിയന്തരമായി ഒരുക്കണമെന്നും ഒക്കെയാണ് ഞങ്ങൾക്ക്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.